ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ വളരെ ശക്തമായ പോളിംഗ് ആണ് ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും വൻ അട്ടിമറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓഷ്യാനിക് മീഡിയയും പുതിയ വോട്ടിംഗ് അപ്ഡേറ്റ്സ് ഇടാൻ കുറച്ചു വൈകിയത്. ഇന്ന് മോർണിംഗ് 10:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പുറത്തുവിടുന്നത്. അവസാനമായി ഇന്നലെ വൈകിട്ട് 7:30 വോട്ടിംഗ് റിസൾട്ടുമായി നോക്കിയാൽ അറിയാം കനത്ത പോളിംഗ് തന്നെയാണ് നടക്കുന്നത് എന്ന്. എന്തായാലും ഒന്നാം സ്ഥാനത്തിന് ആരും ശ്രമിക്കണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് റോബിൻ 12,44,232 വോട്ടുകളുമായി കുതിക്കുകയാണ്. റോബിനും റോബിന്റെ പിള്ളേരും ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണെന്ന് തെളിയിക്കും വിധമുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടുപുറകിൽ തന്നെ ബ്ലസ്ലിയും വമ്പിച്ച മുന്നേറ്റം നടത്തുന്നുണ്ട്. 10,11,311 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് തുടരുന്നു. ഇടയ്ക്കൊന്ന് കാലിടറിയെങ്കിലും വലിയൊരു മുന്നേറ്റമാണ് ബ്ലസ്ലിയുടെ വോട്ടിംഗിൽ കണ്ടുവരുന്നത്. ഇന്നലെ നടന്ന ടാസ്കിലെ ബ്ലസ്ലിയുടെ പ്രകടനമായിരിക്കണം കൂടുതൽ വോട്ടുകൾ നേടാൻ സഹായിച്ചത് എന്ന് വേണം കരുതാൻ. അടുത്തത് മൂന്നാം സ്ഥാനം ലക്ഷ്മി പ്രിയയിൽ നിന്നും തിരിച്ചു പിടിച്ചുകൊണ്ട് 8,92,541 വോട്ടുകളുമായി ദിൽഷയുടെ ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ വളരെ പിന്നിലേക്ക് പോയ ധന്യ മേരി വർഗീസ് 7,98,484 വോട്ടുകളുമായി നാലാം സ്ഥാനത്തെത്തി ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്തത് ലക്ഷ്മി പ്രിയയാണ്. ഇന്നലെ വമ്പിച്ച മുന്നേറ്റം നടത്തി മൂന്നാം സ്ഥാനത്തേക്ക് ദിൽഷയ്ക്കൊരു വെല്ലുവിളി ഉയർത്തി എത്തിയിട്ട് 7,11,238 വോട്ടുകളുമായി അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ധന്യയ്ക്ക് തൊട്ടുപിറകിൽ ശക്തമായി മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. 5,88,852 വോട്ടുകളുമായി വിനയ് മാധവ് അവസാന സ്ഥാനത്ത് നിന്നും ആറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എങ്കിലും ഒരു സേഫ് സോൺ എന്ന് പറയാറായിട്ടില്ല. അടുത്തത് 5,55,248 വോട്ടുകളുമായി അപർണ ഏറ്റവും പിറകിലേക്ക് എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 4 തുടങ്ങിയപ്പോൾ തൊട്ട് മികച്ചതെന്ന് പറയാൻ ഒരു പെർഫോമൻസ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് അപർണ. നിലവിൽ ഡേഞ്ചർ സോണിൽ ആണെന്ന് പറയാം. കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക.